ശരിക്കും എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ടൊരു സിനിമ എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വയസ്സ് എത്രയായി എന്ന് പറയുന്നത്. ഫഹദ് ഫാസിനെ പോലെയുള്ള പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാണ്. 2024 ഫെബ്രുവരിക്ക് ശേഷം പ്രശാന്ത് പിള്ളയെ പോലെ ഫഹദ് ഫാസിൽ എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. സിനിമയിൽ അഭിനയിച്ചില്ലേ, അത് ഏത് ചില്ലറ റോളാറ്റാ കൂളിംഗ് ക്ലാസ് അല്ലിട്ട് ആ പ്രൊമോസ് ഒന്ന് കാണേണ്ടതാ. കുറച്ച് മുന്നേ ഒരുപാട് വളയെന്ന് കാണുന്നില്ല. അതല്ല മോനി ഞാൻ കൊടുത്തത് സിനിമക്ക് വേണ്ടി കൊടുക്കുക പരിപാടിക്ക് സിനിമ നല്ല ഓടണം. അതാ വേണ്ടത്. സിനിമ നല്ല ഓടണം. പ്രൊഡ്യൂസർ ക്ഷമിക്കണം, എന്നോട് ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. അത് പെട്ടെന്ന് നമ്മുടെ പടം നിങ്ങളെ വിജയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് പാവം പൈസ നന്ദി കൊടുക്കണം. അതെല്ലാം ഓരോരുത്തർ കൊടുത്തു. പിന്നെ കൈ കിട്ടുന്ന പൈസ എല്ലാം അത് നമുക്ക് കൊടുത്തിക്ക്. പിന്നെ പൈസ കിട്ടിയത് നായകൻ ഇയാള് പ്രസാദ് മുരളി തന്നിക്കണക്ക് അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണണം. ആയിക്കോട്ടെ, അറിയാൻ പാടില്ല. കാര്യം കഴിച്ചത് വലിയ കാര്യം പറഞ്ഞായിരുന്നു. എന്റെ മോന്റെ സിനിമ എന്നെ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞാൽ പോകും. എന്റെ മോനിയും കൊടുക്കും. കുടുംബത്തിൽ ഓരോ വകയിലേക്ക് ഞാൻ ഇവിടെ വന്നത്. ആള് വിചാരിച്ച പോലെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര മക്കളുണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഓരോ മക്കൾക്ക് വീടും സ്ഥലവും ഇതെല്ലാം ആക്കി കൊടുത്ത ആളാണ്. ചെറിയ പുള്ളിയല്ല കേട്ടോ, സ്വന്തമായിട്ട് അധ്വാനിച്ചു. നോ ലിമിറ്റ് ഫിലിംസിൻ്റെ യാത്ര ഇവിടെ തുടരുകയാണ്. ഈ യാത്രയുടെ തുടക്കം കുറിക്കുവാൻ വയസ്സെത്രയായി 31 ഞങ്ങളുടെ ആദ്യ സംരംഭം തയ്യാറായിരുന്നു. ഈ പടം ഷൂട്ട് ചെയ്യുവാനുള്ള ലൊക്കേഷൻ, മനോഹരമായ ലൊക്കേഷൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന മലച്ചാൽ പറമ്പത്ത് നിവാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാരും നടന്മാർക്കും നടിമാർക്കും ഞാൻ ഇതിലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നോ ലിമിറ്റിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. ഈ സിനിമയുടെ സംവിധായകൻ അപ്പൻ വളരെ പണ്ട് തന്നെ മദിരാശിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അപ്പൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷം. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുന്നത്. അപ്പോൾ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് തൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് അപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ, മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം
കൊടുക്കുകയും ചെയ്ത ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഇങ്ങനൊരു വേദിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു പുതിയ സിനിമയും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പപ്പൻ്റെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പം 2018 അവസാനം സിനിമ ചെയ്തത്. ഞാൻ ഇതിൻ്റെ പ്രൊമോ സോങ് കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു പ്രൊമോ സോങ്ങോടുകൂടിയാണ് സിനിമ ലോഞ്ച് ചെയ്തത്. സിനിമയുടെ ഒരു എന്തായിരിക്കും സിനിമ എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ആ പ്രൊമോ സോങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് ആഘോഷിക്കുന്ന സിനിമയായിരിക്കും വയസ്സെത്രയായി 31 എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. എല്ലാവിധ ആശംസകളും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. 30 വയസ്സെത്രയായി 37 എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ ആക്ടേഴ്സിനും, പപ്പനും പ്രൊഡ്യൂസേഴ്സിനും, ബാക്കി എല്ലാവർക്കും ഒരിക്കലുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മനോഹരമായൊരു വേദി, പ്രൗഢമായൊരു സദസ്സ്, ഒരുപാട് വേണ്ടപ്പെട്ടവർ മുന്നിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നൊരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ പാട്ടുകാരനാണ്. ഇങ്ങനെ ഈ ഒരു സിനിമയുടെ വയസ്സെത്രയായി പാടത്തിൻ്റെ ഇതിൽ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അണിയറയിലും ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് പാട്ടുകളായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. ഇത് വന്ന് ഇത്തിരി കഴിഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം വന്നതിന് ശേഷം കുറച്ച് പാട്ടുകളായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന്, ഈ പടത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുകയാണ്. പടം ഗംഭീരമാവട്ടെ. ഒരുപാട് സന്തോഷം. ലിമിറ്റ് പൈസക്ക് ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിൽ ഉണ്ടായിട്ടില്ല, മറ്റൊരു കാര്യത്തിലും ഒരു ലിമിറ്റും ഇല്ല. അത് ഷിജു എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ അനിയനെ പോലത്തെ വ്യക്തിയാണ്. അത് എല്ലാ സഹായങ്ങളും എന്നെ ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, പടം നന്നാവണം. പടം നന്നായില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നൊരു തമാശയിലാണെങ്കിൽ പുള്ളി ആ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്. എന്താണോ എനിക്ക് അറിയില്ല. അപ്പം അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ സിനിമ കൊണ്ട് ഒരു 25 സിനിമയുടെ അനുഭവം, അങ്ങനെ തന്നെ പറയണം. ഒറ്റ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് 25 സിനിമ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ ഒരു പ്രൊഡ്യൂസർ വന്നാൽ കുറേ പൈസ തരാം, സിനിമ എടുത്തോ, ലാഭം കിട്ടിയ ഇത്ര എന്നൊക്കെ പറയുന്ന കണക്കാ പറയാറ്. പക്ഷെ അദ്ദേഹം അതല്ല. എല്ലാ പോയിന്റുകളിലും റീഡിക്കാണെങ്കിലും അതിലും ഇതിലും എല്ലാത്തിലും പുള്ളി വളരെ ഇൻവോൾവ് ആയിരുന്നു. അത് പലപ്പോഴും എൻ്റെ അറിവ് പടം ഞാൻ ചെയ്തിട്ടും എനിക്ക് അന്ന് കിട്ടാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വയസ്സെത്രയായി എന്ന് പറയാൻ സ്ത്രീകളല്ല പുരുഷന്മാരും പഠിക്കാറുണ്ട്. 30 കഴിയാറേ ഇല്ല, 40 കഴിയാറില്ല, 50 കഴിയാറില്ല, 30, 40, 50 ഇങ്ങനെ പറയുന്നല്ലാണ്ട് ആ ഒരു പരിധി വിട്ട് നമ്മൾ പറയാൻ ആർക്കും പറ്റാറുമില്ല, പറയാറുമില്ല. ഈ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലബാർ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. 30, 35, 40 വയസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കൊടകിൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയിട്ട് പെണ്ണ് കിട്ടേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ പ്രസക്തിയിൽ ഇത്തരം കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചൂണ്ടിക്കാട്ടലുകൂടിയാണ് ഈ സിനിമ. സിനിമ നന്നായി വന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സിനിമയും എടുക്കുമ്പോൾ നല്ല സിനിമ എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളൂ. അത് പരാജയപ്പെടുന്ന വിജയിക്കുന്നതൊക്കെ എന്താ പറയുക, അതിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മീഡിയ സപ്പോർട്ട് വേണം, തിയേറ്റേഴ്സ് ഓണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ
ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നല്ല പബ്ലിസിറ്റി കിട്ടാറില്ല, അല്ലെങ്കിൽ എന്താ പറയുക, തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരിക, ഇതൊക്കെ സിനിമയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. നല്ല സിനിമ വേണോ, ഓടുന്ന സിനിമ വേണോ? അതാണ് ചോദ്യം. നല്ല സിനിമയാണ്, ആളില്ല. ഞാൻ പറയും, ഓടുന്ന സിനിമയല്ലേ വേണ്ടത്. ഒരു 5-10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം 50-60 ഒക്കെ കോടികൾ ചെലവഴിച്ചാൽ മലയാള സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും? ഒരു ബിസിനസ് കൂടിയാണ്. നാട് നന്നാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ, ആ ഇറക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിനിമ എടുക്കേണ്ടതെന്നും അങ്ങനെ കഴിയട്ടെ എന്നുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പടങ്ങളിൽ എന്താ പറയുക, ഒരു 90% പരാജയം എന്ന് പറയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. നല്ല പടം ആളില്ല. എന്തുകൊണ്ട്? നല്ല പടമാണെങ്കിൽ ആൾക്കാർ വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ പ്രശാന്ത് മുരളി ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ആവേശം ചെയ്തിട്ടുള്ളത്. എല്ലാവരും, ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല, എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻ, ക്യാമറാമാൻ, എല്ലാവരും, ഈ റീർക്കോഡിങ്, സൺഫീൽ ഉൾപ്പെടെ എല്ലാവരും ഈ പടത്തിന് വേണ്ടി എല്ലാവരും ആഹോരാത്രം, അങ്ങനെ വേണം പറയാം. ഇപ്പോൾ പ്രൊമോഷനും കാര്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ട് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരി ലാസ്റ്റ് പടം റിലീസ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ കഴിയുക. കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറയട്ടെ, മീഡിയ സപ്പോർട്ട് മാക്സിമം വേണം. അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സ് ഓണേഴ്സും സഹകരിക്കണം. എല്ലാവരെയും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഓടും എന്നാണ് വിശ്വാസം. നന്നായി വരും. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹം. നമ്മുടെ നാടിനെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ട് ഏകദേശം 100-120 വർഷങ്ങളെ ആയുള്ളൂ. ഈ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയതും പടിപടിയായി ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിലും കലാപ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സാഹിത്യപരമായിട്ടുള്ള ഇടപെടലുകളുമെല്ലാം വളരെ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പുറത്ത് പറയാൻ, നേരിട്ട് പറയാൻ മടിച്ച പല കാര്യങ്ങളും സിനിമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം മാറ്റുന്നതിലും നമ്മുടെ സമൂഹത്തെ ഏറ്റവും കാലോചിതമാക്കുന്നതിലും സിനിമ മാതൃകാപരമായിട്ടുള്ള പങ്കുവഹിച്ചു. ഇന്നാണെങ്കിൽ നമുക്കറിയാം, വലിയ രൂപത്തിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ ജാതി വർഗീയ സംഘടനകളുടെ ഇടപെടലുകളും തീവ്രവാദ പ്രവർത്തനങ്ങളുമെല്ലാം അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്നതിനെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ പുറത്തു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു തീം തന്നെയാണ് ഈ സിനിമയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണ വിദേശത്ത് ജോലി ചെയ്യുന്നവരും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം നാട്ടിൽ വളരെ പ്രതീക്ഷയോടെ ലീവിന് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നാ വന്നത്, എന്നാ പോകുന്നത് എന്നതാണ്. എന്നാ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാകും. കാരണം വന്നേ ഉള്ളൂ, അപ്പുറത്തേക്ക് പോകാൻ. അതുപോലെ തന്നെ ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ചെറുപ്പക്കാരികളോട് ചോദിക്കുന്ന ചോദ്യം കല്യാണമായില്ലേ എന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മറ്റു ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 30 കഴിഞ്ഞ് 40 കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളുമെല്ലാം വിവാഹം വൈകുന്ന, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ വിവാഹം വൈകുമ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പന്ദനം നമുക്കറിയാം. ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യമാകാം, മതപരമായിട്ടുള്ള കാരണമാകാം, വിവാഹം വൈകുന്നത് ജാതിപരമായിട്ടുള്ള കാരണമാകാം, അതുപോലെ തൻ്റേതല്ലാത്ത മറ്റു പല കാരണങ്ങളുമാകാം. അത്തരത്തിലുള്ള കാരണങ്ങളാൽ വിവാഹം വൈകുന്ന ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ ഈ സിനിമ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴും തന്നെ ലീക്കായി കിട്ടും. നിങ്ങൾ സിനിമ കാണില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, നന്നായി പ്രചരിപ്പിക്കണം. ഇതേപോലുള്ള നല്ല തീമുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കി മാറ്റണം. ഇത് കൂടുതൽ എഴുതാനും ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ ഡയറക്റ്റ് ചെയ്യാനും നിർമ്മിക്കുവാനുമെല്ലാം സമൂഹത്തിനൊരു പ്രചോദനമാകട്ടെ. ഈ സിനിമയുടെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും എല്ലാം കൂടുതൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ കഥാനായകൻ പ്രശാന്ത് മുരളിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ആ പടത്തിലൂടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനം, ഒരു ഐഡന്റിറ്റി, സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പ്രശാന്ത് മുരളി.
ചിലരൊക്കെ പറയും, ചില ആൾക്കാർ പറയും ഫഹദ് ഫാസിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ സത്യമായിട്ടും നിങ്ങൾക്ക് ആയിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് ലേശം അസൂയാണ് പ്രശാന്തിനോട്. കാരണം ചിലതിനെ അഭിനയിച്ച് തകർക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, ഭയങ്കര വിഷമമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആധികാരികമായിട്ടും അല്ല ഔദ്യോഗികമായിട്ടും സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ ഈ സിനിമയുടെ നമ്മുടെ കഥാനായകമായ പ്രശാന്ത് മുരളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി പ്ലീസ്. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് പ്രശാന്ത് മുരളി. മലയാളത്തിലെ ന്യൂ വേവ് സിനിമകളിലെ പുത്തൻ താരോദയം പ്രശാന്ത് മുരളി. ഒരു പിടി കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ അയാൾ ഇന്ന് മലയാളികൾക്ക് സുപരിചിതനാണ്. അടുത്ത വീട്ടിലെ പയ്യനായ ചങ്കിലേക്ക് തുളച്ചു കയറുന്ന ചാട്ടുള്ളി നോട്ടവും അനായാസ നടന വൈഭവവും കൊണ്ട് സമ്പന്നനായ ദ ബോണഫൈഡ് ആക്ടർ ജാനേമൻ, കിങ് ഓഫ് കൊത്ത, അജഗജാന്തരം, ജല്ലിക്കെട്ട്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി തുടങ്ങിയ ഹിറ്റുകളിലൂടെ മലയാള സിനിമാ ലോകത്ത് തന്റെ ഇടമുറപ്പിച്ച ഈ അഭിനയ പ്രതിഭ നായക കഥാപാത്രമായി ആരോഹണം ചെയ്യപ്പെടുന്ന ആദ്യ സിനിമയാണ് നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ പപ്പൻ ടി നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വയസ്സെത്രയായി 30. ഒന്നുറപ്പാണ്, മലയാള സിനിമാ ചരിത്രത്തിൽ ഓരോ പ്രേക്ഷകനും മനസ്സിൽ കുത്തിവെക്കാൻ പോകുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും വടകരക്കാരൻ ബ്രിഗേഷ്. തന്റെ അതുല്യ പ്രതിഭ കൊണ്ട് ബ്രിഗേഷിനെ അടയാളപ്പെടുത്തിയ യുവനടൻ പ്രശാന്ത് മുരളിക്ക് ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഇൻട്രോയിൽ ഏതൊരു ആക്ടറുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്, വൺ ഓഫ് ദ മൊമെന്റ്സ് ആണ് അയാളുടെ പടത്തിൻ്റെ ലോഞ്ച്. അപ്പം നായകനായിട്ട് ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികവും സാമൂഹികമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിനും ഒരിക്കലും നമുക്ക് അത് ഡിസേർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് OTT-യിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ 1 പിഴച്ചാൽ 3 എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ്. പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്. ഇപ്പം 3-ാമതായിട്ട് പപ്പൻ, ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത വയസ്സെത്രയും 30. ഇത് 1 പിഴച്ചാൽ 3 എന്ന സംഭവം വർക്കൗട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കുറേ സംസാരിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിച്ചത് വല്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ എന്ന് വെച്ചാൽ വയസ്സെത്രയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫൈസൽ മാഷാണ്. ഫൈസൽ മാഷ് കൂടിയില്ല വരും. പിന്നീട് ടീച്ചറിന് ഫിക്സ് ചെയ്തു, എന്നെ കാണാൻ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട്, എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ, നിന്നെ വെച്ചിട്ടേ വർക്കാവോ, അങ്ങനത്തെ ഒരു കഥയാണിത്. പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി. വർക്കാവേണ്ടതാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പടത്തിൻ്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണെങ്കിലും കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആരാണ് ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു. നമുക്കറിയില്ല നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ, എൻ്റെ 100% എന്നെ കൊണ്ടാവുന്നതിൽ ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈകാരികമായ ഒരു കാരണം കൂടി ഉണ്ടാകുന്നത്. അതായത് എന്നെ പോലെ അല്ല, ഈ ബ്രിഗേഷിനെ പോലെ എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു. അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തി, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മളെ കാണാനെത്തിയ, നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെന്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചത്, അതിന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന സർവേശ്വരന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. കരവാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കരവാണെന്ന് അതൊരു പ്രയോഗമാണ്, ആർക്കറിയില്ല. ഈ കരവാണെന്ന് പറഞ്ഞത് ഏതാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞതിനുള്ള മറുപടി ഈ സിനിമയും ഇതിന് ശേഷം വരുന്ന പ്രശാന്തിനെ നിങ്ങൾ കാണാൻ പോകും. ഞാൻ പറഞ്ഞതല്ല, പുതിയൊരു ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്.
ശരിക്ക് എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ട് ഒരു സിനിമ നോക്കിയായിരുന്നു. അപ്പോൾ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വയസ്സ് എത്രയായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ സബ്ജക്റ്റല്ല പറഞ്ഞത്, ഞാൻ പ്രശാന്തിന്റെ ഭാവിയും വ്യക്തമാണ് പ്രശാന്ത് എന്നുള്ളത് ഭാവിയിലെ സിനിമകളിലൂടെയും നമ്മുടെ വയസ്സത്രയായി എന്ന സിനിമയിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നതാണ്. ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു, ഇത് ഗ്യാരണ്ടിയാണ്. അത് നമ്മുടെ കരുത്ത് സോറി പോകാനായിട്ടില്ല. പ്രശാന്തിന്റെ പ്രസൻസിൽ തന്നെ നമ്മുടെ ഈ സിനിമയിലെ കഥാനായിക ചിത്രയുടെ ക്യാരക്ടർ ടീസർ റിവീൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നോ ലിമിറ്റ്സ് ഫിലിംസിൻ്റെ ഈ തുടക്കയാത്രയിൽ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെന്നെ ഞങ്ങൾക്ക് നമ്മുടെ വയസ്സ് എത്രയും മുപ്പത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഷിജുവേട്ടൻ, അജയേട്ടൻ, ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അതിന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കും. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനത്തിൻ്റെ ഉണ്ണിയേട്ടൻ, ഉണ്ണിരാജയുടെ ചെറുപ്പം മുതൽ കാണുന്ന ഉണ്ണിയേട്ടൻ, അതുപോലെ പത്മകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല, പക്ഷെ ഞാൻ ടി വി കാണും, അതുപോലെ സിനിമ കാണും, ആസ്വദിക്കും. അങ്ങനെ ഒരു നല്ലൊരു ആക്ടറാണെന്നെല്ലാം മനസ്സിൽ കയറാൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക വാക്കുകളില്ല. അതുപോലെ എൻ്റെ ബ്രിഗേഷേറിൻ്റെ സ്വന്തം ബബിത അനിയത്തിയായി ഈ ക്യാരക്ടർ മുഴുവനും ചെയ്യാൻ പറ്റി. അതിനെ ഒരുപാട് സഹായിച്ചു ബ്രിഗേഷേട്ടൻ, പ്രശാന്തേട്ടൻ, അതുപോലെ എല്ലാവരും. എൻ്റെ ഹസ്ബൻഡായ ഷിജുവേട്ടൻ. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാണ്ട്, ഞാൻ ഒരുപാട് മൂവീസൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഒരു 3-4 മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സിനിമ എന്നുള്ള ഒരു ഫീലിങ്സിൽ കൂടുതൽ നല്ലൊരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകാൻ പറ്റി ഈ ഒരു സിനിമയായിരുന്നു. കാരണം വടകര ആ ഒരു വഴി സ്നേഹം. സാധാരണ ഞാൻ സിനിമ എന്നെല്ലാം പറയുമ്പോൾ പേടിക്കുമായിരുന്നു. അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഒരു അപ്രോച്ച് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ സിനിമ ആ ഒരു മേഖല ഭയങ്കര പേടി, പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ സിനിമയിൽ രമേശിനെല്ലാം ഞാൻ എപ്പോൾ മുതലേ കാണുന്നേ. അപ്പോൾ ഭയങ്കര സീരിയസ് സരികേച്ചി, സത്യം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രമേശി സരികേച്ചിനെല്ലാം ഞാൻ കാണുമ്പോഴേ സിനിമയിൽ കാണുമ്പോഴും ഭയങ്കര എപ്പോഴും കരഞ്ഞു പോയി കിടക്കുന്ന ഒരു ചേച്ചിമാരോ. പക്ഷെ കാണുമ്പോൾ എന്ത് ഭയങ്കര ചില്ല്, നല്ല സുന്ദരികളാണെന്ന് നേരിട്ട് കാണാൻ പറ്റിയോ. അല്ല, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, സത്യം. ഇതെന്താ അറിയോ, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു അത് ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞിരിക്കും. സത്യം. കാരണം ആ ഒരു ഫീലിങ്സ് ഇതിൻ്റെ അടുത്ത ഭക്ഷണമായാലും ഏത് കാര്യത്തിനായാലും നല്ലൊരു ഫാമിലി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഉണ്ടായ എല്ലാ ആൾക്കാരുടെയും പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു സിനിമ എന്നുള്ളതിൽ കൂടുതൽ ഒരു വലിയൊരു ഫാമിലിൻ്റെ ഒരു മെമ്പറായി എന്നുള്ളതായിരുന്നു ഇതിന് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു വയസ്സ് എനിക്കായിട്ടില്ല സിനിമാ ജീവിതത്തിൽ. അല്ലാതെ ഞാൻ എൻ്റെ വയസ്സ് ഇത്രയും കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഭവിതേനെ ഭവിതയാക്കാൻ സഹായിച്ച ചിത്രയെ ഭവിതയാക്കാൻ സഹായിച്ച എല്ലാവർക്കും, വയസ്സത്രയുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി, സ്നേഹം ഈ വേദിയിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ഇത് കുറച്ച് മുന്നേ ഒരു ടീച്ചർ കാണിച്ചല്ലോ. എൻ്റെ മോള് അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇത്ര ലുക്കോ, അവൾ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ വന്ന, പക്ഷേ ഭയങ്കര ടെൻഷൻ. എന്നോട് ഈ കഥ പറയുന്നത് IFFKയിൽ വെച്ചിട്ടാണ് ശ്രീചേട്ടൻ. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഒരു 20 സിനിമയോളം എൻ്റെ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്.
എന്തൊക്കെയോ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ, ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശരിക്കും ഞാൻ കോളേജിലൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു. ചിത്ര, സരിക, രസ്ന, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിക്കുമായിരുന്നു. പിന്നെ ഇതിലെ നായകൻ ബ്രിഗേഷ് എന്ന വായിൽ വരുന്ന പ്രശാന്ത് മുരളി, എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഈ ആസിഫ് അലി പറഞ്ഞ പോലെ മലയാള സിനിമ കാണാനിരിക്കുന്നേ ഉള്ളൂ പ്രശാന്ത് മുരളിയുടെ അഭിനയ ഭാഗം. കിട്ടുന്ന ക്യാരക്ടറെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചിത്ര എന്നെ പറഞ്ഞുകൊണ്ട് പറയല്ല, എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് പല പല സീനും ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോട് നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ സരികയൊക്കെ നേരത്തെ സിനിമയിൽ വരേണ്ടതായിരുന്നു. സരികയുടെ ആദ്യത്തെ സിനിമയല്ലേ? എന്തൊക്കെയോ കമന്റ് അടിക്കുന്നു ബാക്കിൽ നിന്നിട്ട്. ഞാനല്ല, പ്രശാന്ത് ഭായി പോയതാണ്, സിനിമയുടെ ഭാഗ്യമാണ്. നേരത്തെ വരാതിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന ഷീച്ചാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷീച്ചാനെ എനിക്ക് ശരിക്കും പ്രൊഡ്യൂസറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതുപോലെ ഒരു ക്യാരക്ടറെ നമ്മുടെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. നമ്മൾ തമാശകൾ പറയുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹലോ, എനിക്ക് പറയാനുള്ള ചാൻസ് പിന്നെ തരുന്നവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, നായകൻ്റെ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം ഒറ്റ ഷോട്ടിൽ റെഡിയാക്കുമ്പോൾ നമ്മുടെ ഒരു 6-7 ഷോട്ടിൽ റെഡിയാക്കുന്നത് വലിയ കടമുള്ള കാര്യമാണ്. പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയുകയില്ല തെറ്റിയാലും. അതുകൊണ്ട് ഞാൻ തന്നെ മെല്ലെ നായകനോട് പോയി ചോദിക്കലാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം സുഖാരം വിളിച്ച് പറയും, ഒന്നുകൂടി ഉഷാറാക്കുക. എന്നെ ഉഷാറാക്കി പ്രസാദം ഏറ്റവും കൂടുതൽ അതിന് ക്രെഡിറ്റ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ബാക്കി പിന്നെ എനിക്ക് വേറെ ചാൻസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ലൊക്കേഷനിൽ വന്നപ്പോഴും പണം കഴിഞ്ഞപ്പോഴും മീഡിയക്കാരും എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് നായകനെന്ന്. പ്രശാന്ത് മുരളി. ഇത് ഫഹദ് ഫാസിനെ പോലെയുള്ള പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാണ്. 2024 ഫെബ്രുവരിക്ക് ശേഷം പ്രശാന്ത് മുരളിയെ പോലെ ഫഹദ് ഫാസിൽ എന്ന് പറയാനുള്ള ചാൻസ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് കണ്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ നോ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യത്തിൽ ലിമിറ്റില്ലാത്ത, കൂടെ സ്നേഹത്തിനും ഒരു ലിമിറ്റും വയ്ക്കാത്ത ഒരു കൂട്ടമാണ് ഈ വയസ്സത്രയും 30 എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു കൂട്ടായ്മ. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ നാട് മുഴുവൻ ഒരു സിനിമയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്, ഏകദേശം 100 അടുത്ത് തോന്നുന്നില്ലേ? അയ്യോ, ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാളുകൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒരുപാട് ഒന്നും അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഫെബ്രുവരി 29 ശേഷം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിജുവേട്ടനും പപ്പേട്ടനും അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഫൈസൽ മാഷുണ്ട്. ഫൈസൽ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെ പ്രശാന്ത് മുരളി ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വയസ്സത്ര 30 എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാം ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നു. അങ്ങനെ എല്ലാ സിനിമയിലും ചെറിയൊരു വേഷം ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ പരിപാടിക്ക് വരാൻ പറ്റുന്ന വലിയ ഭാഗ്യമായിട്ട് കാണാം. കാരണം അടിപൊളിയല്ലേ, എല്ലാവരും കാണാം. തീർച്ചയായും അടിപൊളിയാണ്. അപ്പോൾ വയസ്സത്ര 30 പപ്പാട്ടൻ്റെ കുഴപ്പം നരിപ്പറ്റ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പോസ്റ്റർ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം കണ്ട. അപ്പോൾ അദ്ദേഹത്തെ പണ്ടേ അറിയാം. അപ്പോൾ അങ്ങനെ പടത്തിൽ ചെറിയ വേഷം കിട്ടി. അവർ ഷെയ്ജു സാർ, പ്രൊഡ്യൂസർ, നായകൻ അടിപൊളിയാണ്, ഗംഭീരമാണ്. എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും ലഭ്യായാലും പിന്നെ നമ്മുടെ ചിത്രയായാലും എല്ലാം സൗഹൃദമാണ്. പിന്നെ വടകരക്കാർ അല്ലേ, വീടിൻ്റെ അല്ലേ, പിന്നെ വടകരൻ്റെ ഒരു സ്നേഹം ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു നാടിൻ്റെയൊക്കെ
ഗ്രാമത്തിൻ്റെ പ്രത്യേകത. അത് എപ്പോഴും ഉണ്ട്. പടത്തിൻ്റെ സമയത്ത് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പഠിച്ച ശേഷം ഞാൻ ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബന്ധങ്ങൾ സ്നേഹമൊക്കെ പ്രാധാന്യമില്ല. പിന്നെ പപ്പ സാറ് ഭയങ്കര രസകരമായി ചെയ്യുമായിരുന്നു. ഒരു സൈലൻ്റായിരുന്നു. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തൊരു ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ്. അപ്പം ഏതൊരു കാലഘട്ടത്തും അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തും ഒരു പുതിയ ട്രെൻഡിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ നന്നായി സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ആ പടം കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അന്നും അദ്ദേഹത്തിൻ്റെ ആ പടം നമ്മൾ പോസ്റ്റർ കാണുന്നത് നമ്മൾ ചെറുതാണ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇതായിട്ട് തോന്നുന്നു. അതുപോലെ ഞാൻ കമൽ സാറിൻ്റെ പടമെല്ലാം കണ്ട് വന്നവരാണ്. അപ്പോൾ കമൽ സാറിൻ്റെ പടത്തിൽ 2 പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മൾ പുതിയ യാത്രയിൽ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. ഇത് നല്ല രസമായിട്ടുള്ള വേഷം ചെയ്താൽ അടിപൊളിയാണ്. എന്തായാലും കൂടുതൽ പറയുന്നത് എന്തായാലും എല്ലാം ഗംഭീരമാണ്. ഇതെല്ലാം പിന്നെ അഭിനയിക്കുന്നവരും എൻ്റെ യൂണിറ്റും ക്യാമറയും എല്ലാം അടിപൊളിയാണ്. നല്ല രസമാണ്. പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമ ഒരു രീതിയിൽ എടുക്കുന്നത് എന്നുള്ളതാണ്. നല്ല സിനിമയാവും. തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് വരും. എൻ്റർടൈൻമെൻറ്റാണ്, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. എന്തായാലും സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ സ്നേഹം കാണാൻ പറ്റുന്നത് എല്ലാവരും നല്ല കാണാൻ പറ്റും. ഈ സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നത് ബാക്കിയായിട്ട് കാണാൻ ഒരു സിനിമേൻ്റെ ഷൂട്ടിൽ നമ്മളെ പഞ്ചായത്ത് ചെട്ടിയും നമ്മളെ മറിമാൻ ടി വിയിലെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന മറിമാൻ രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയത് ഭാഗ്യമാണ്. കൂടുതലും പറയാൻ സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നോ ലിങ്ക്സ് ബാനറിൽ വയസ്സ് എത്രയും 30 എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നൊരു 16-ാം തീയതി തൊട്ട് ഇന്നലെ വരെ ഫുൾ സ്റ്റേജ് ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര അടഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രമ്യേച്ചി അത് പൊട്ടിച്ച് കളഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത്, കലാഭവനിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 18 വർഷമായിട്ട് എല്ലാ കോമഡി പ്രോഗ്രാമിലും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത് പലർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും വിചാരം ടി വിയിൽ ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ ഇവർ സിനിമയിലും ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാം, എൻ്റെ ആദ്യത്തെ പടം നമ്മുടെ ശ്രീചേട്ടൻ്റെ പടമാണ്. അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് തന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ജയേന്ദ്ര ശർമ്മയായിരുന്നു, ശ്രീചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ജയേന്ദ്ര ശർമ്മയെ ഓർക്കുകയാണ്. പിന്നെന്താ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എന്താ പറയുക, ഞാൻ ഇനി പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാനാണ് താല്പര്യം. പറഞ്ഞത് മിമിക്രി ആയിട്ടും പാട്ടായിട്ടും ഡാൻസായിട്ടും എനിക്ക് അത് ചെയ്യാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ്. ഞാനൊരു സ്റ്റേജ് പെർഫോമറാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, പലരും എൻ്റെ അടുത്ത് പറയും നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു കയറി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടെ എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂട്ടാനും സ്റ്റേജിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് സ്റ്റേജ് ഷോ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ എന്തായാലും ഇനിയുള്ള ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ ക്രൂവിന് കൊടുക്കുകയാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട്. കാരണം വടകര വെച്ചിട്ട് ഒരു പടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് പറയാൻ പാടുന്നതെന്ന് പോലെ എനിക്കറിയില്ല, ഇത് ഭയങ്കര ഒരു സിനിമ ഒന്നാവും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, ഞാൻ ഒരു കൂലാണ്ടിക്കാരിയാണ്, രാവിലെ പോയിട്ട് അഭിനയിച്ചെങ്കിൽ പോരാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് ആരും ചിലപ്പോൾ കാണാമെന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ എല്ലാം വടകര ഭാഷ അറിയാതെ എല്ലാം നമ്മൾ സരി ഇങ്ങോട്ട് വാ, അടുത്ത ഷോട്ട് ആടെ നാട്ടോ വരണ്ട്, ഇവിടെ നാട്ടോ വരണ്ട്, ഇങ്ങനത്തെ വർത്താനൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ വിചാര സിനിമയിലൊക്കെ എല്ലാവരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു സിനിമ, പപ്പേട്ടനായിക്കോട്ടെ, പിന്നെ ജിബ്രാൻ ഒരു ക്യാമറമാൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ലുക്കൊക്കെ മാറി ചീത്തത്. പക്ഷെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കൂളായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയ്ക്കും നല്ല പടമാണ്. വടകരയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, കുറേ പുതിയ ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ വിചാരം ഇവർ റിഹേഴ്സൽ ചെയ്യുകയാണ്. കാരണം ഒരിക്കലും അത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഡയലോഗ് എനിക്ക് പറഞ്ഞപ്പോൾ ഞാനിവിടെ കിടന്ന്
ഭയങ്കര അഭിനയം. അവരഭിനയിക്കുമ്പോൾ ഞാൻ ഇതെന്താ അഭിനയിക്കാത്തത്, പക്ഷെ അത് അത്രയും നാച്ചുറലായിട്ട് ഈ സിനിമയിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നാച്ചുറലായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാർ, നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഈവനിങ് അടിച്ചു പൊളിക്കുന്ന താങ്ക് യു. എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ അടുക്കളയിൽ ചോറും കറിയും മാത്രം വെച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അങ്ങനെ തന്നെ ഇവൻ്റെ വീഡിയോയിൽ കൂടി ഈ വരാന്ത വരെ എത്തിച്ചില്ലേ, വരാന്തയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് ഈ വയസ്സത്രയായി 30 എന്ന് പറഞ്ഞ സിനിമേൻ്റെ തന്നെ ഉച്ചയൊന്നുമില്ല, ഇതിനെക്കാട്ടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇവരെ കുടുംബത്തിൽ വയസ്സത്രയായുള്ള കുടുംബത്തിൽ തന്നെ എത്തിപ്പെട്ടില്ല എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോരഞ്ജൻ എന്നാണ്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, എന്നാലും കുറേ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വയസ്സത്രയായി 30 എന്ന ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന് എന്നെ അതിലേക്ക് അവസരം തന്ന ഫൈസൽ മാഷ്, പിന്നെ എൻ്റെ ഡയറക്ടർ പപ്പൻ സാറ്, പിന്നെ പ്രൊഡ്യൂസർ, എല്ലാവർക്കും, പിന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചും കൂടെ അഭിനയിച്ച എല്ലാവർക്കും നന്ദി, ഒരുപാട് നമസ്കാരം. ഇത് പടം ഒരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വയസ്സത്രയായി 33 എന്ന സിനിമയിലെ ഒരു ഭാഗം 30 എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഇതിലെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഈ സിനിമ വമ്പൻ വിജയത്തിലേക്ക് നയിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് വേണം. താങ്ക് യു. സത്യത്തിൽ കുറേ ആൾക്കാരുടെ പേരൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഞങ്ങളുടെ സിനിമയോട് സഹകരിച്ചതും അതുപോലെ തന്നെ ഒരുപാട് അഭിനയിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും സ്റ്റേജ് വിളിച്ച് സംസാരിക്കാനുള്ള സമയം കുറവുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഓക്കെ. നമുക്ക് ഈ സിനിമയുടെ ഒരു പ്രത്യേകത 5 മാസം പ്രായമുള്ള കുട്ടി, ഇരട്ട കുട്ടികൾ, അതുപോലെ തന്നെ 100 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരെനിക്കൊന്ന് കാണണ്ടേ? എന്താ ഒരു എനർജി പോലല്ലോ. പ്ലീസ്, എവിടെയാണ് മുത്തശ്ശി? പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. മുത്തശ്ശിന്റെ പീപ്പിട്ടുണ്ടോ? നല്ലൊരു കൈയടി. ചെറുപ്പകാലത്ത് ഒരുപാട് സിനിമയിലും കാര്യങ്ങളൊക്കെ നാടകത്തിലൂടെ വളരെ ക്രൈസുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം മകൻ തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പടത്തിലേക്ക് ഒരു വേഷം ചെയ്ത എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ മുത്തശ്ശി. മുത്തശ്ശിക്ക് വരുമ്പോൾ നല്ല കൈയടി കിട്ടും. ഇനിയും കൈയടി പോരാ. ഹലോ, ഇതല്ല മുത്തശ്ശി വിശേഷം. അങ്ങനെ കുറെ കാലത്തിന് ശേഷം സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിച്ചില്ലേ? എന്റെ ഇപ്പൊ എവിടെ എത്തി? സിനിമയിൽ അഭിനയിച്ചില്ലേ? അത് ഏത് ചില്ലറ റോളാറ്റാ? കൂളിംഗ് ഗ്ലാസ് അല്ലിട്ട് പ്രൊമോഷൻ ഒന്ന് കാണേണ്ടതാ. നാട്ടുകാരിലൊക്കെ പറയുന്നുണ്ടോ? നാട്ടുകാരെല്ലാം പറയുന്നത് സിനിമ പറഞ്ഞിട്ട് പോയതൊക്കെ കാണും കാണും. ധൈര്യത്തെ പറഞ്ഞില്ല. ഞാനിങ്ങനെ തിരുന്നേൻ്റെ ഞാൻ എന്നിട്ട് കൊല്ലാനിങ്ങനെ കുത്തിരുന്നു. അന്നേരം 3 നാൾ വന്നു. നിങ്ങളെന്തിനു വന്നു? എൻ്റെ മോൻ പറഞ്ഞു ഞാൻ കുത്തിരിക്കുന്നത്. എന്നാൽ എൻ്റെ മോൻ മാസമാവില്ല. ഞാൻ പറഞ്ഞു ആരാരും ഇരിക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഫിൽമേജാ തന്നെ കൂട്ടറേ അറിഞ്ഞൂടാ. പിന്നെ അതാ കുത്തിരിക്കുന്നതാ. അല്ല നിങ്ങൾക്ക് ഇതിലേത് പാല് കുട്ടി പാത്രം കൊണ്ട് ഏത് പാല് കൊണ്ട് 2-3 പരയിൽ തടുക്കാവോ? അതാണ് നോക്കാം. കൊണ്ടുപോയെന്നല്ല, ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ട്. സ്വന്തം ഡബ് ചെയ്തോട്ടാ. അത് പറഞ്ഞ കൈ കുറച്ച് മുന്നേ ഒരുപാട് വളയെന്ന് കാണുന്നതിന് അതന്നെ മോനി ഞാൻ കൊടുത്തതാ സിനിമക്ക് വേണ്ടിയിട്ട്. കൊടുക്കുക പരിപാടിക്ക് സിനിമ നല്ല ഓടണം. കഥാ വേണ്ടു സിനിമ നല്ല ഓടണം. പ്രൊഡ്യൂസർ ക്ഷമിക്കണം, എന്നോട് ഞാൻ അറിയാണ്ട് ചോദിച്ചത്. അത് പെട്ടെന്ന് നമ്മുടെ പടം നിങ്ങളെ വിജയാക്കി കൊടുത്തു കഴിഞ്ഞാല് പ്രൊഡ്യൂസർക്ക് പാവം പൈസ നന്ദി കൊടുക്കണം. അതെല്ലാം ഓരോരുത്തർ കൊടുത്തു. പിന്നെ കൈ കിട്ടുന്ന പൈസ
മക്കൾക്ക് കൊടുത്തിക്ക്. അല്ല. പിന്നെ എനിക്ക് പൈസ കിട്ടിയത് നായകൻ ഇയാള് അരെ ബ്രിഗേഷ് പ്രകാശ് പ്രസാദ് മുരളി പ്രസാദ് മുരളി തന്നിക്കനക്ക് അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണണം. ആയിക്കോട്ടെ അറിയാൻ പാടില്ല എന്താ വെച്ചത് വലിയ അറിവ് പറഞ്ഞായിരുന്നു. അല്ലെ ഇനിയിപ്പോ അടുത്ത പടത്തിൽ ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് അടുത്ത പടത്തിൽ ആൾക്കാരെ വിളിക്കും അന്നേരം പോവാ. അന്നേരം ഇപ്പൊ എന്റെ മോന്റെ സിനിമ എന്നെ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞാല പോകും. നല്ല സ്വന്തം കുടുംബത്തിൽ തന്നെ വേണം അല്ലേ? അപ്പൊ പുറത്തുപോയി പൈസ കിട്ടും അതായിരിക്കും കൊടുക്കും. അത് മക്കൾക്ക് എന്റെ മോനിയും കൊടുക്കും. എല്ലാ കുടുംബ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു നടക്കല്ലോ എല്ലാ കുടുംബത്തിലേക്കാ കുടുംബത്തിൽ ഓരോ വകയിലേക്ക് ഞാനിവിടെ വന്നത്. ആള് വിചാരിച്ച പോലെ കേട്ടോ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര മക്കളുണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഓരോ മക്കൾക്ക് വീടും സ്ഥലവും ഇതെല്ലാം ആക്കി കൊടുത്ത ആളാണ്. ചെറിയ പുള്ളിയല്ല കേട്ടോ, സ്വന്തമായിട്ട് അധ്വാനിച്ചു. നമ്മൾ പണ്ട് കേൾക്കാറുണ്ട് ചെറുപ്പകാലങ്ങളിൽ ദൈവം നമുക്ക് കഷ്ടപ്പെട്ടുള്ള ഫലത്തിൽ സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ്. ഞാൻ 2-3 പ്രാവശ്യം മുത്തശ്ശിനെ കൊണ്ട് എറണാകുളത്തൊക്കെ വരേണ്ട ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശേരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോക്ക് ചെയ്തത്. ഇത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങളെ പ്രൊഡ്യൂസറാണെങ്കിലും ശരി മോനെ കൊണ്ട് കടം പണം വെച്ചിട്ടുണ്ട് വിറ്റിന് സ്വർണ്ണ അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് മുപ്പത് മനസ്സിലാക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം മുത്തശ്ശിക്ക് നല്ലൊരു കൈ കൊടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. ബാക്കി ടിക്കറ്റ് വിൽക്കാൻ മുത്തശ്ശിയാണ്. ഞാൻ വിളിക്കും. ഇപ്പം ചെയ്യണല്ലോ, ഇപ്പം ചെയ്യണം, ഇപ്പം തന്നെ ചെയ്യുന്നല്ലേ. എന്നാ പിന്നെ ആരാണ് ടിക്കറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. തിയേറ്റർ ഓടാൻ പപ്പേട്ട പറഞ്ഞ ആളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പപ്പേട്ട തിയേറ്റർ ഓടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പേര്. തിയേറ്റർ ഓടാൻ ആദ്യം ടിക്കറ്റ് വിൽക്കാൻ അത് നമ്മുടെ ഉദ്ദേശിക്കുന്നത് രാഗം തിയേറ്ററിലെ ഹലോ. അപ്പം നമുക്ക് ആദ്യ ടിക്കറ്റ് വിൽപ്പന മുത്തശ്ശി തന്നെ. ആ കൊടുത്ത 500 ഉണ്ടല്ലോ, 500 എത്ര പൈസ എന്ന് പറഞ്ഞാൽ പറയോ? എത്ര കയ്യിലുള്ളത്? തിയേറ്റർ കൊടുക്കാൻ 500 തിയേറ്റർ കൊടുക്കാം. തിയേറ്ററിൻ്റെ ആൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മുത്തശ്ശി നിന്നോ. ആദ്യം നമുക്ക് ഷിബുവിന് ഈ പാട്ടുകൾ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ അച്ഛൻ ഗോപാലേട്ടൻ, ഐശ്വര്യ ഗോപാലേട്ടൻ, അതായത് നോ ലിമിറ്റ്സിൻ്റെ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. ഷിബു സുകുമാരനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. നല്ലൊരു കയ്യടി വേണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഗോപാലേട്ടാ പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നല്ല കയ്യടി വേണ്ട. ഒരു നല്ല കയ്യടി വരട്ടെ. കയ്യടി. Thank you, Gopalan Aishwarya. Thank you very much. Okay, thank you. മലയാളികളില്ല. ആ ഗാനാലാപന സൗകുമാര്യത്തെ തേടിയെത്താത്ത പുരസ്കാരങ്ങളില്ല. ഹിറ്റുകൾക്ക് പിന്നാലെ ഹിറ്റുകളുടെ ഇന്ന് മലയാള സിനിമയിലെ നമ്പർ 1 ഗായിക എന്ന പദവിയിലേക്ക് വൈക്കം വിജയലക്ഷ്മി നടന്നെത്തിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രം അറിയപ്പെടുക വൈക്കം വിജയലക്ഷ്മി ആലപിച്ച മനോഹര ഗാനങ്ങളുടെ പേരിൽ കൂടിയായിരിക്കും എന്നുറപ്പാണ്. ഏറെ അഭിമാനത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ചടങ്ങിലേക്ക് പോകാം. ജി ശ്രീറാം, ബിനു സാരികമ്മ പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കാം. ഓഡിയോ ലോഞ്ചിനുള്ള സ്റ്റേഡിയമാണ്. ഈ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ മ്യൂസിക് ഈ പാട്ട് മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്
ഒരു വലിയ താരനിരയുണ്ട് ഈ മ്യൂസിക് പിന്നിൽ. ജോസി ചേട്ടൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ടൈറ്റിൽ മ്യൂസിക് ചെയ്ത സൻഫീർ ഭായ്, ഹീറോ പ്രശാന്ത് മുരളി, മ്യൂസിക് ബാക്ക് ചെയ്തിരിക്കുന്നത് സരിഗമയാണ്. അനുരാഗ് പ്രൊമോ സോങ്, നിങ്ങളിലൂടെ ഓൾറെഡി എത്തിപ്പെട്ട പ്രൊമോ സോങ് വയസ്സത്തെ എൻ്റെ പ്രൊമോ സോങ് ചെയ്ത അനുരാഗ്, അത് പാടിയ MC കൂപ്പർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളുകളുടെ ദേവിയുടെ സ്റ്റേജിലേക്ക് കയറുന്നതാണ്. സൻഫീർ ഭായ്, പ്രോഗ്രാമർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത ഇവിടെ ഉണ്ടെങ്കിൽ വേദി ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഈ മ്യൂസിക് സരിഗമ വാങ്ങിയത് പാട്ട് മാത്രമല്ല, ടൈറ്റിൽ സോങ്, പ്രൊമോ സോങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചേർന്നാണ്. ഓക്കെ പ്ലീസ്. വയസ്സെത്രയായി 30 എന്ന സിനിമയുടെ ഫുൾ മ്യൂസിക്കൽ ടീമാണ് ഇവിടെ വേദിയിലുള്ളത്. ഞങ്ങൾ സരിഗമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ടൈറ്റിൽ സോങ്, ഒരു പ്രൊമോ സോങ്, 5 സ്റ്റോറി സോങ് പ്ലസ് 2 തീം സോങ്. വൺ മോർ സ്മോൾ ഗേൾ പ്രാർത്ഥന ചൊല്ലു ആൻഡ് ഗോഡ്ഫ്രീ. ജുബൈർ ഖാൻ, നോ ലിമിറ്റ് ഫാമിലിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത എൻ്റെ നാടിന് വേണ്ടി നിങ്ങളുടെ എല്ലാം കരുത്താണ് സിനിമ. ഈ സിനിമയുടെ കരുത്ത് ഈ സിനിമയിലെ പാട്ടാണ്. സരിഗമയിലൂടെ ഞങ്ങൾ ഈ പാട്ട് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വയസ്സെത്രയായി 30 എന്ന സിനിമയിലെ എല്ലാ പാട്ടും. നല്ലൊരു കൈയടി പ്ലീസ്. Thank you very much. Okay, thank you. അവിടെ വെച്ച് തന്നെ പാട്ട് റെക്കോർഡിംഗ് വേളയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ മറ്റു പാട്ടുകളും കുറച്ച് കേൾക്കാനിടയുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോ പാട്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അതുപോലെ അവിടെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് കയറുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും എനർജിയും തന്ന, ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സ്റ്റുഡിയോ അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ് തന്നുകൊണ്ടേയിരുന്നു ഷിജു ക്ഷമിക്കണം. കാരണം ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ പാടാൻ എന്താ പറയുക, നമുക്കൊരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് പോലും നമ്മളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് പാടിക്കുന്ന ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം പിന്നെ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞ ഇപ്പുറത്തെ വശമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണ മ്യൂസിക് ഡയറക്ടറാണ് നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് പാടിപ്പിക്കുന്നത്. എന്നാലും ഒരുപാട് സന്തോഷം. വർത്തമാനം പറഞ്ഞ സമയം കളയുന്നില്ല. ഞങ്ങളിപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമാണ് ഒരുമിച്ച് വീണ്ടും ഒരു വേദി ഒരുമിച്ച് തീർച്ചയായിട്ടും എൻ്റെ പേരെയും ഒരു ചെറിയ കാറ്റ് വന്ന് തലോടിപ്പോയി. ആ കാറ്റ് എന്നെ ചെറുതായിട്ടൊന്ന് തലോടിപ്പോയെങ്കിലും നന്നായിട്ട് തലോടിയത് എനിക്ക് വിജയലക്ഷ്മി. പിന്നെ വിജയലക്ഷ്മി കിട്ടാണ്ടായിപ്പോയി. കേരള നാട്ടിൽ പോലും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പറന്ന് വന്ന കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാത്തിനും ഭഗവാന് നന്ദി പറയുന്നു. ഷിൽചേട്ടനും ഷിബു സുകുമാരൻ ചേട്ടനും കൈതപ്പുറം തിരുമേനിക്കും പപ്പേട്ടനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സുമേഷും വളരെ നന്ദിയുണ്ട്. സന്തോഷമുണ്ട്. കമലം താങ്ക് യു.